PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇപ്പോൾ രണ്ടാമതായിട്ട് മലപ്പുറം ജില്ലയുടെ വേരിയസ് LGS ഷോർട്ട് ലിസ്റ്റ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രജിസ്റ്റർ നമ്പർ ആരൊക്കെയാണ് ഈ പ്രോബബിലിറ്റി ലിസ്റ്റ് ഉള്ളവർ എന്നുള്ള അവരുടെ രജിസ്റ്റർ നമ്പർ ഈ PSCയുടെ വെബ്സൈറ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ 535/2023 ആണ്. സ്കെയിൽ ഓഫ് പേ 23,000 to 50,200. ഈ മലപ്പുറം ജില്ലയുടെ LGS പരീക്ഷ നടന്നിരുന്നത് 23/11/2024 നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ മലപ്പുറം ജില്ലയിൽ മൊത്തം 20,476 പേരാണ് LGS പരീക്ഷ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഷോർട്ട് ലിസ്റ്റ് പ്രകാരം രജിസ്റ്റർ നമ്പറിൻ്റെ ഓർഡറിലാണ്, ആ ന്യൂമറിക്കൽ സീക്വൻസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് സ്കോർ അനുസരിച്ചിട്ടല്ല ഈ പ്രോബബിലിറ്റി ലിസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ ലിസ്റ്റ് പ്രകാരം മെയിൻ ലിസ്റ്റിൽ, അതായത് ഈ പ്രോബബിലിറ്റി ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റിലെ 720 ഉദ്യോഗാർത്ഥികളും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 750 ഉദ്യോഗാർത്ഥികളുമാണ്. പിന്നെ ഡിഫറൻഷ്യലി ഏബിൾഡ് ലിസ്റ്റിൽ 28. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഈ പ്രോബബിലിറ്റി ലിസ്റ്റിലുള്ളത് 1498 പേരാണ്. ഇനി ഈ മെയിൻ ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ 720 പേരെ ഏറ്റവും കൂടുതൽ OMR പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് മാർക്ക് നേടിയിട്ടുള്ള ആൾക്കാരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ മെയിൻ ലിസ്റ്റിലെ ലാസ്റ്റ് കാൻഡിഡേറ്റ് നേടിയിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത്, അതായത് ഈ മലപ്പുറം ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 61.33 ആണ്. പിന്നെ റിസർവേഷൻ കാറ്റഗറിക്കാർക്കൊക്കെ അതുപോലെ ഡിഫറൻഷ്യലി ഏബിൾഡ് കാറ്റഗറിക്കും ഈ കട്ട് ഓഫ് മാർക്ക് താഴ്ത്തിയിട്ടുണ്ട്. കാരണം അവരുടെ പ്രാതിനിധ്യം ഈ ലിസ്റ്റിൽ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ കട്ട് ഓഫ് ഇതിലും താഴെയാണ്. ഇനി ഇത് ഈ പ്രോബബിലിറ്റി ലിസ്റ്റ് നിങ്ങൾ മലപ്പുറം ജില്ലയിൽ പരീക്ഷ എഴുതിയിട്ടുള്ള പ്രൊഫൈൽ മെസ്സേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തവരും കൊടുക്കാത്തവരും ആയിട്ടുള്ള എല്ലാവരും ഈ ഷോർട്ട് ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് ഈ വൺ ടൈം വെരിഫിക്കേഷൻ ഉണ്ട്. ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ, ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഹാജരാക്കണം. അതിൻ്റെ ഡേറ്റ്, ടൈം, സ്ഥലമൊക്കെ PSC പിന്നീട് പ്രൊഫൈൽ മെസ്സേജ് വഴിയോ SMS വഴിയൊക്കെ അറിയിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് ഹാജരാക്കാത്ത പക്ഷം അവരുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റീവാലുവേഷൻ ഒന്നും അനുവദിക്കില്ല. എന്നാൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ആൻസർ സ്ക്രിപ്റ്റ് റീചെക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ ഫോട്ടോ കോപ്പിയൊക്കെ അപ്പോൾ എടുക്കാൻ പറ്റുമെന്നാണ് PSC അറിയിച്ചിട്ടുള്ളത്. അത് അപ്പോൾ മലപ്പുറം ജില്ലയിൽ പരീക്ഷ എഴുതിയിട്ടുള്ള എല്ലാവരും ഈ ഷോർട്ട് ലിസ്റ്റ് നോക്കി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഈ നിങ്ങളുടെ നമ്പർ ഈ പ്രോബബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഫൈൽ മെസ്സേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തവരാണെങ്കിലും കൊടുക്കാത്തവരാണെങ്കിലും ആ വിവരമൊന്നും നിങ്ങൾ കമൻസിൽ ഇട്ടാൽ നല്ലതായിരുന്നു. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.